നമസ്കാരം, കംഫ്രണ്ടിലേക്ക് സ്വാഗതം. IT ആൻഡ് സൈബർ ലോ 80% ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അക്കോർഡിംഗ് ടു ദ സിലബസ് ഓഫ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം. സോ ഇനി നമുക്കൊരു വളരെ കുറച്ച് 20% പാർട്ട് മാത്രമേ എടുക്കാനുള്ളൂ. അത് നമ്മൾ 2 ക്ലാസ് കൊണ്ട് ഫിനിഷ് ചെയ്യും. സോ ഇതുവരെ നമ്മുടെ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്കിലൊന്ന് കയറിയിട്ട് ചാനലിൻ്റെ ലിങ്കിലൊന്ന് കയറിയിട്ട് ഇതുവരെ എടുത്ത സീരീസുകളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഇൻ്റർനെറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോ സീരീസിൽ നമ്മൾ വ്യക്തമായിട്ട് എടുത്തതാണ്. സോ ആ സെക്ഷൻ നമ്മളിന്ന് എടുക്കില്ല. അതിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ എടുക്കത്തുള്ളൂ. സോ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാന സർവീസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് WWW, അതായത് വേൾഡ് വൈഡ് വെബ്. നമുക്കറിയാം, ഇത് ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ടിം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത് 1989 മാർച്ച് 12 ആരംഭിച്ചത്. 2019 ഇതിൻ്റെ 30ാം വാർഷികം ആഘോഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ 1989 മാർച്ച് 12 ഇത് ആരംഭിച്ചത്. 2019 ഇതിൻ്റെ 30ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ലോകവ്യാപകമായി സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് നിർമ്മിച്ചു നൽകാൻ വേണ്ടി ടിം ബെർണേഴ്സ്-ലീ സ്ഥാപിച്ച ഒരു സംരംഭമായിരുന്നു W3C എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്നാണ്. 1994 ടിം ബെർണേഴ്സ്-ലീ W3C അഥവാ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ആരംഭിച്ചത്. സോ ഇതൊരു സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണെന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വേൾഡ് വൈഡ് വെബുമായിട്ട് ബന്ധപ്പെടുത്തി പ്രാഥമികമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് പഠിക്കാനുള്ളത് URL കുറിച്ചാണ്. URL എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഈ ഒരു ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. അതാണ് URLൻ്റെ ഫുൾ ഫോം. ഇതെന്താണെന്ന് പറഞ്ഞാൽ വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളാണ് URLകൾ എന്ന് പറഞ്ഞാൽ. വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളാണ് URL എന്ന് പറയുന്നത്. ഇതിന് 3 പാർട്ടുകളാണ് ഉണ്ടാവുക. അതിലൊന്നാമത്തതാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, രണ്ടാമത്തത് ഡൊമൈൻ നെയിം, മൂന്നാമത്തത് ഫയൽ നെയിം. ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ HTTPS എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ അറിയപ്പെടുന്നതാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. അതിൻ്റെ മിഡിലിൽ വരുന്ന പാർട്ട്, അതായത് www.sbi.com, ഒരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രം, അതാണ് ഡൊമൈൻ നെയിം. അവസാനം വരുന്ന bar_index.html എന്ന് പറയുന്ന ഭാഗമാണ് മൂന്നാമത്തെ ഫയൽ നെയിം എന്ന് പറയുന്ന ഈ ഭാഗം. ഇതൊരുമിച്ചാണ് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോക്സ് വരച്ച് എഴുതിയെന്ന് മാത്രം. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. URL എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അതായത് വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളാണ് URLകൾ എന്ന് പറഞ്ഞാൽ. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ, 2 ഡൊമൈൻ നെയിം, 3 ഫയൽ നെയിം. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതിലധികവും ഡൊമൈൻ നെയിം എന്ന് പറയുന്ന ഒരു ഭാഗമായിരിക്കും ഹൈലൈറ്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇതിന് പറയുന്ന പേരെന്ത്? അപ്പോൾ ഡൊമൈൻ നെയിം എന്ന് ഓർത്ത് വെക്കുക. അതായത് ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന URLൻ്റെ ഭാഗം, അതാണ് ഡൊമൈൻ നെയിം. അങ്ങനെയും പരീക്ഷയ്ക്ക് വരാം. ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന URLൻ്റെ ഭാഗത്തിനെ പറയുന്ന പേരെന്ത്? അത് ഡൊമൈൻ നെയിമാണ്. ഫോർ എക്സാമ്പിൾ www.sbi.com. ഇപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഭാഗമാണ്. സോ ആ സെക്ഷനാണ് ഡൊമൈൻ നെയിം. പിന്നെ ഈ HTTPS എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ആ പ്രോട്ടോക്കോൾ വരുന്നത്. പിന്നെ അവസാനം വാലായിട്ട് വരുന്നതാണ് index.html എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് ഫയൽ നെയിം എന്ന് പറയുന്നത്. വലിയൊരു പ്രാധാന്യമില്ല. ഈ ഡൊമൈൻ നെയിം കുറച്ച് പ്രധാനപ്പെട്ടതാണ്. അതൊന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്കിനി നോക്കാനുള്ളത് ഡൊമൈൻ നെയിംസിൽ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യാറുള്ള സഫിക്സസിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി.org അല്ലെങ്കിൽ .nic.com എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എൻഡിങ് കാണും, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എൻഡിങ്. അതാണ് ഈ സഫിക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൊമൈൻ നെയിമിൻ്റെ എൻഡിലാണ് ഇത് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സഫിക്സസ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. .edu ഇത് എഡ്യൂക്കേഷൻ്റെ ഷോർട്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡൊമൈൻ നെയിമുകൾ എഴുതുമ്പോഴാണ് ഇത് കണ്ടുവരാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ .gov നമുക്ക് തന്നെ ചിലപ്പോൾ ഇൻ്റലിജൻറ്റ് ഗസ് നടത്താം, കറക്റ്റായിരിക്കും. ഇത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. GOV അതായത് ഗവൺമെൻറ് ഏജൻസീസ്. ഇനി അടുത്തതാണ് .com.
നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഫുൾ ഫോം കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പർപ്പസാണ്. അതായത് കൊമേഴ്ഷ്യൽ ബിസിനസ് എന്നാണ് .com കൊണ്ട് ഉദ്ദേശിക്കുന്നത്. .org അത് ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് .org. .net ഇപ്പോൾ നമുക്കറിയാം നെറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ നെറ്റ്വർക്ക് ഓർഗനൈസേഷനുകളെ കുറിച്ചാണ് ഇത് പറയുന്നത്. നെറ്റ്വർക്ക് ഓർഗനൈസേഷനുകൾ അതിനെപ്പറ്റിയാണ് .net അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. MIL മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. .edu വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, .gov ഗവൺമെൻറ് ഏജൻസീസ്, .com കൊമേഴ്ഷ്യൽ ബിസിനസ്, .org ലാഭേച്ഛയില്ലാത്ത ഓർഗനൈസേഷൻസ്, .net നെറ്റ്വർക്ക് ഓർഗനൈസേഷനുകൾ, MIL മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വേൾഡ് വൈഡ് വെബുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വെബ് പേജസ്. സോ വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകളെ വിളിക്കുന്ന പേരാണ് വെബ് പേജസ്. ഈ വെബ് പേജിൻ്റെ പ്രധാന പേജ് അറിയപ്പെടുന്ന പേരാണ് ഹോം പേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സെർച്ച് എഞ്ചിനിൽ കയറി ഒരു URL ടൈപ്പ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, അപ്പോൾ വരുന്ന ആ ഫസ്റ്റ് പേജ് തന്നെയാണ് ഈ ഹോം പേജ് എന്ന് പറയുന്നത്. പിന്നീട് ഒരുപാട് പേജുകൾ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതാണ് വെബ് പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പേജാണ് അല്ലെങ്കിൽ പ്രധാന പേജാണ് ഹോം പേജ് എന്ന് പറയുന്നത്. ഇനി ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജസ്, ഇതിനെ വിളിക്കുന്നവരാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൽ നിന്ന് മറ്റ് വെബ് പേജുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, അതിനെ വിളിക്കുന്നവരാണ് ഹൈപ്പർ ലിങ്കുകൾ. ഇനി ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന URLൻ്റെ ഭാഗത്തിനെ വിളിക്കുന്നവരാണ് ഡൊമെയിൻ നെയിം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഡൊമെയിൻ നെയിം പറഞ്ഞ സമയത്ത് ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന URLൻ്റെ ഭാഗമാണ് ഡൊമെയിൻ നെയിം. ഫോർ എക്സാമ്പിൾ SBI.com എന്ന് പറയുന്ന ആ ഒരു ഭാഗം. പിന്നെ വെബ് പേജിനെ IP അഡ്രസ്സിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS. അപ്പോൾ DNS എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് പേജിനെ IP അഡ്രസ്സിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പോയിൻ്റ് പോലും ഇടാതെ പഠിച്ചു വെക്കണം. ഒന്നുകൂടി നോക്കാം. വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകളാണ് വെബ് പേജസ്. വെബ് പേജിലെ പ്രധാന പേജ് ഹോം പേജ്. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടെക്സ്റ്റ് ഇമേജിനെ ഹൈപ്പർ ലിങ്ക് എന്ന് വിളിക്കുന്നു. ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന URLൻ്റെ ഭാഗമാണ് ഡൊമെയിൻ നെയിം. എക്സാമ്പിൾ SBI.com. വെബ് പേജിനെ IP അഡ്രസ്സിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം അല്ലെങ്കിൽ DNS. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രോണിക് മെയിൽ അഥവാ ഇമെയിൽ സംവിധാനം. ഇതൊരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ആശയവിനിമയ സംവിധാനമാണ്. സോ ഇലക്ട്രോണിക് മെയിൽ എന്നതാണ് ഇമെയിൽ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇമെയിലിൻ്റെ ഫുൾ ഫോമാണ് ഇലക്ട്രോണിക് മെയിൽ. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇനി ഇമെയിലിൻ്റെ പിതാവാണ് റേ ടോംലിൻസൺ. ഇൻ്റർനെറ്റിൻ്റെ പിതാവാണ് റേ ടോംലിൻസൺ. ഹിന്ദിയിൽ ഇമെയിൽ ID ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഹിന്ദിയിൽ ഇമെയിൽ ID ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്നത് Gmail എന്നാണ്. ഈ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്നത് Gmail എന്നാണ്. അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനം അറിയപ്പെടുന്നത് ഹോട്ട്മെയിൽ എന്നാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനം Gmail എന്നും മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനം ഹോട്ട്മെയിൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നോക്കാം. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ആശയവിനിമയ സംവിധാനമാണ് ഇമെയിൽ എന്നറിയപ്പെടുന്നത്. ഇമെയിലിൻ്റെ പിതാവ് റേ ടോംലിൻസൺ. ഹിന്ദിയിൽ ഇമെയിൽ ID ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഗൂഗിളിൻ്റെ ഇമെയിൽ സേവനമാണ് Gmail. അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനമാണ് ഹോട്ട്മെയിൽ. നേരത്തെ പറഞ്ഞു മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സേവനമാണ് ഹോട്ട്മെയിൽ. ഇതിൻ്റെ ഫൗണ്ടറാണ് സബീർ ഭാട്ടിയ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ. കൂടെ ജാക്ക് സ്മിത്തും ഉണ്ട്. പക്ഷേ സബീർ ഭാട്ടിയ നമ്മുടെ ഇന്ത്യക്കാരനായതുകൊണ്ട് മേ ബി ഇത് ചോദിച്ചേക്കാം. സോ നമ്മളതൊന്ന് ഓർത്ത് വെക്കുക, സബീർ ഭാട്ടിയ എന്നുള്ള പേര്. സോ ഹോട്ട്മെയിലിൻ്റെ ഫൗണ്ടറിൽ പ്രധാനിയാണ് സബീർ ഭാട്ടിയ. കൂടെ നിങ്ങൾ ജാക്ക് സ്മിത്ത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക.
അതേപോലെ തന്നെ ഹോട്ട്മെയിലിൻ്റെ ഇപ്പോഴത്തെ പേര് ഹോട്ട്മെയിൽ എന്നല്ല, outlook.com എന്നാണ്. സോ ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരാണ് outlook.com. അതേപോലെ തന്നെ ഫസ്റ്റ് ഇമെയിൽ സെൻഡ് ഓവർ ത്രൂ ദ ഇൻ്റർനെറ്റ് ഇൻ ദ ഇയർ 1971. 1971 ഇൻ്റർനെറ്റിലൂടെ ആദ്യമായി ഒരു ഇമെയിൽ അയക്കപ്പെട്ടത്. സോ ഫസ്റ്റ് ഇമെയിൽ സെൻഡ് ഓവർ ത്രൂ ദ ഇൻ്റർനെറ്റ് ഇൻ ദ ഇയർ 1971. സോ ഹോട്ട്മെയിലിൻ്റെ ഫൗണ്ടേഴ്സാണ് സബീർ ഭാട്ടി എന്ന ഇന്ത്യക്കാരനും ജാക്ക് സ്മിത്തും. ഹോട്ട്മെയിലിൻ്റെ പുതിയ പേരാണ് outlook.com. ആദ്യമായി ഒരു ഇമെയിൽ ഇൻ്റർനെറ്റിലൂടെ അയക്കപ്പെട്ട വർഷമാണ് 1971. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമാണ് SMTP. SMTP എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതായത് നമുക്കൊരു ഇമെയിൽ അയക്കണമെങ്കിൽ രണ്ട് സെർവറുകൾക്കിടയിലും ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ നെയിം SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. സോ ഇറ്റ് ഈസ് ദ പ്രോട്ടോക്കോൾ ആക്ട് ബിറ്റ്വീൻ ടു സെർവേഴ്സ് ഓഫ് ദി ഇമെയിൽ. ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് സെൻഡിങ് എ ലെറ്റർ. ഒരു കത്തയക്കുന്നത് പോലെയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇമെയിലും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്കെന്ത് പറയാം, ഇമെയിൽ ഈസ് ലൈക്ക് സെൻഡിങ് എ ലെറ്റർ. ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് കണക്ട് ഓൾ ഗവൺമെൻറ് ഓഫീസസ് ത്രൂ ഇമെയിൽ ഈസ് ഗോവയാണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് കണക്ട് ഓൾ ഗവൺമെൻറ് ഓഫീസസ് ത്രൂ ഇമെയിൽ ഈസ് ഗോവയാണ്. അടുത്തത് എൻഡ്യൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമെയിൽ ക്ലയൻ്റാണ്. ഈ ഇമെയിൽ ക്ലയൻറ്റിൻ്റെ മറ്റൊരു പേരാണ് മെയിൽ യൂസർ ഏജൻറ്റ്. അപ്പോൾ ഇമെയിൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് വിച്ച് ഈസ് യൂസ്ഡ് ടു ആക്സസ് ആൻഡ് മാനേജ് യൂസേഴ്സ് ഇമെയിൽ. സോ ദാറ്റ് ഈസ് കോൾഡ് ബൈ ദ നെയിം ഇമെയിൽ ക്ലയൻറ്റ്. അതിന് മറ്റൊരു പേരാണ് മെയിൽ യൂസർ ഏജൻറ്റ്. അതിനൊരു ഉദാഹരണമാണ് എൻഡ്യൂറ, ENDURA. നോർത്ത് വെക്കുന്നതായിരിക്കും. ഇതൊരു റയറായിട്ടുള്ള പോയിൻ്റാണ്. ഒരു ഇമെയിൽ ക്ലയൻറ്റിൻ്റെ ഉദാഹരണമാണ് എൻഡ്യൂറ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെർച്ച് എഞ്ചിനുകളെ കുറിച്ചാണ്. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് വെബിൽ നിന്നും വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഒരു യൂസറെ സഹായിക്കുന്ന സംവിധാനമാണ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാം, ഗൂഗിൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഉദാഹരണമാണ്. പിന്നീട് യാഹു, bing.com, ask.com, lyco.com, MSN, ആർച്ചി, അൾട്ടാവിസ്റ്റ, ഫോറസ്റ്റിൽ, വാൻഡെക്സ്, ഗുരുജി. ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട സെർച്ച് എഞ്ചിനുകളാണ്. ഇതിൽ ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഇത് 1998 നിലവിൽ വന്നത്. യാഹു 1995 നിലവിൽ വന്നത്. അപ്പോൾ ഗൂഗിളാണ് ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. bing.com മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനാണ്. bing.com മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെയാണ് ask.com, lyco.com, MSN. പിന്നെ നമ്മളിവിടെ കണ്ടു ആർച്ചി എന്ന് പറയുന്നൊരു ARCHIE. ഈ സെർച്ച് എഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ആർച്ചി എന്ന് പറയുന്നത്. സോ ഇതൊരു റയറായിട്ടുള്ള പോയിൻ്റാണ്. ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ആർച്ചിയാണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ്. ആർച്ചിയാണ് ലോകത്തിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ. അൾട്ടാവിസ്റ്റ, ഫോറസ്റ്റിൽ, വാൻഡെക്സ്, ദെൻ ഗുരുജി. പേരിൽ തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ ചോയ വരുന്നുണ്ട്. യെസ്, ഇത് ഇന്ത്യയുടെ സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഗുരുജി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത സെർച്ച് എഞ്ചിനാണെന്ന് ഓർത്ത് വെക്കുക. സോ ഇതിൽ നിങ്ങൾ ഗൂഗിൾ, യാഹു, bing.com, ആർച്ചി, ഗുരുജി ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏത് എന്ന് പറഞ്ഞിട്ടാണ്. 2 തവണ അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഒരു തവണ ഗൂഗിളായിരുന്നു ഉത്തരം, പിന്നെ ഒരു തവണ bing.com വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. എല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതിൽ ഗൂഗിളിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ഗൂഗിൾ ഈസ് ദ ലാർജസ്റ്റ് സെർച്ച് എഞ്ചിൻ ഇൻ ദ വേൾഡ്. സ്ഥാപിതമായത് 1998 USA മെൻലോ പാർക്കിലെ മൗണ്ടൈൻ വ്യൂ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ. ഫൗണ്ടേഴ്സാണ് ലാറി പേജും സെർജി ബിന്നും. ഗൂഗിൾ ഈസ് നൗ അണ്ടർ ദ കമ്പനി ആൽഫബറ്റ് കോർപ്പറേഷൻ. ദെൻ കറൻറ്റ് CEO ഓഫ് ഗൂഗിൾ സുന്ദർ പിച്ചെ. ഇദ്ദേഹം തമിഴ്നാട്ടുകാരനായുള്ള സുന്ദർ പിച്ചയാണ് ഇപ്പോഴുള്ള ഗൂഗിളിൻ്റെ CEO. ഇനി അടുത്തത് ദ ടേം ഗൂഗിൾ
ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗൂഗിൾ. ഇതൊരു മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ്. അതായത് 10⁻100 എന്നുള്ളതിൻ്റെ ഒരു സിംഗിൾ വേർഡാണ് ഗൂഗിൾ. അതിൽ നിന്നാണ് ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് ഡെവലപ്പ് ചെയ്തത്. സോ ലാർജസ്റ്റ് സെർച്ച് എൻജിൻ ഇൻ ദ വേൾഡ് ഇയർ 1998 ഗൂഗിൾ സ്ഥാപിതമായത്. മെൻലോ പാർക്കിലെ മൗണ്ടൻ വ്യൂ ആണ് ഹെഡ് ക്വാർട്ടർ. ഫൗണ്ടേഴ്സ് ലാരി പേജും സർജി ബിന്നും. ഇറ്റ് ഈസ് നൗ അണ്ടർ ദ കമ്പനി ആൽഫബറ്റ് കോർപ്പറേഷൻ. കറൻറ്റ് CEO തമിഴ്നാട്ടുകാരനായ സുന്ദർ പിച്ചെ. ദ ടേം ഗൂഗിൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ഗൂഗിൾ. ഇറ്റ്സ് മീനിങ് 10⁻100 എന്നാണ്. അതേപോലെ ദ ബുക്ക് ഗൂഗിൾ സ്റ്റോറി ഇസ് റിട്ടൺ ബൈ ഡേവിഡ് എ വൈസ്. ദ ബുക്ക് ഗൂഗിൾ സ്റ്റോറി ഇസ് റിട്ടൺ ബൈ ഡേവിഡ് എ വൈസ്. ന്യൂ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓഫ് ഗൂഗിൾ ആണ് ഗൂഗിൾ അലോ. ന്യൂ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓഫ് ഗൂഗിൾ ഈസ് ഗൂഗിൾ അലോ. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ അടുത്ത് ഒരു IT ക്യാമ്പസ് ഓഫ് ഗൂഗിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹൈദരാബാദിലാണ്. ദ ന്യൂ IT ക്യാമ്പസ് ഓഫ് ഗൂഗിൾ ഈസ് സ്റ്റാർട്ടഡ് അറ്റ് ഹൈദരാബാദ്. അതേപോലെ തന്നെ മോട്ടോ ഓഫ് ഗൂഗിൾ ആണ് ഡോണ്ട് ബി ഈവൾ. തിന്മ അരുത് എന്നുള്ളതാണ് ഗൂഗിളിൻ്റെ മോട്ടോ. സോ മോട്ടോ ഓഫ് ഗൂഗിൾ ഈസ് ഡോണ്ട് ബി ഈവൾ. ഇതിൻ്റെ മലയാളത്തിലുള്ള തർജ്ജമ തിന്മ അരുത്. സോ ദ ബുക്ക് ഗൂഗിൾ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ ഡേവിഡ് എ വൈസ്. ന്യൂ മെസ്സേജ് ആപ്ലിക്കേഷൻ ഓഫ് ഗൂഗിൾ ഗൂഗിൾ അലോ. ദ ന്യൂ IT ക്യാമ്പസ് ഓഫ് ഗൂഗിൾ സ്റ്റാർട്ടഡ് അറ്റ് ഇന്ത്യ ഇൻ ഹൈദരാബാദ്. ദ മോട്ടോ ഓഫ് ഗൂഗിൾ ഈസ് ഡോണ്ട് ബി ഈവൾ, അല്ലെങ്കിൽ തിന്മ അരുത് എന്നാണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യൽ മീഡിയകളെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയ നമുക്കറിയാം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. വാട്സപ്പ്, സ്കൈപ്പ്, ഇൻസ്റ്റഗ്രാം, അതേപോലെ തന്നെ ഗൂഗിൾ കറൻറ്റ്, ലിങ്ക്ഡിൻ, മൈസ്പേസ്, മീറ്റ് മീ, ട്വിറ്റർ, സ്കൈപ്പ് മുതലായവ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഗൂഗിൾ കറൻറ്റ്, ലിങ്ക്ഡിൻ, മൈസ്പേസ്, മീറ്റ് മീ, സ്കൈപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, വാട്സപ്പ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ. സോ നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് പെട്ടെന്ന് എടുത്തു പോകാം. പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ ഒന്ന് കടന്നു പോകാം. ഫേസ്ബുക്ക് 2004 ഫേസ്ബുക്ക് നിലവിൽ വന്നത്. നിലവിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കൂടിയാണ് ഫേസ്ബുക്ക്. ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ആക്ച്വലി ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ സ്ഥാപകൻ മാർക്ക് സക്കർബർഗ്, അല്ലെങ്കിൽ സുക്കർബർഗ് എന്നൊക്കെ പറയാം. മാർക്ക് സക്കർബർഗ് ആണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകൻ. 2004 അദ്ദേഹം ഫേസ്ബുക്ക് സ്ഥാപിച്ചത്. ഇനി 2014 ഫേസ്ബുക്ക് വാട്സപ്പ് സ്വന്തമാക്കിയത്. 2014 ഫേസ്ബുക്ക് മൊബൈൽ മെസ്സേജിങ് ആപ്ലിക്കേഷനായിട്ടുള്ള വാട്സപ്പ് സ്വന്തമാക്കിയത്. ഫേസ്ബുക്ക് സ്വന്തമാക്കിയ GIF സെർച്ച് എഞ്ചിനാണ് ഗിഫി. ഫേസ്ബുക്ക് സ്വന്തമാക്കിയ GIF സെർച്ച് എഞ്ചിനാണ് ഗിഫി. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ സൈറ്റാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ജാക്ക് ഡോർസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. 2015 മ്യൂസിക് എന്ന മ്യൂസിക് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളെ നമ്മൾ ട്വീറ്റ്സ് എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകം താജ്മഹലാണ്. ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡൻറ്റ് ശ്രീ പ്രണബ് മുഖർജിയാണ്. സോ ട്വിറ്ററിൻ്റെ സ്ഥാപകൻ ജാക്ക് ഡോർസി 2015 മ്യൂസിക് എന്ന മ്യൂസിക് ആപ്പ് ഇവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകളെ ട്വീറ്റ്സ് എന്ന് വിളിക്കുന്നു. ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ചരിത്ര സ്മാരകമാണ് താജ്മഹൽ. അതുപോലെ ട്വിറ്ററിൽ അക്കൗണ്ട് നേടിയ ആദ്യ ഇന്ത്യൻ പ്രസിഡൻ്റാണ് പ്രണബ് മുഖർജി. അതേപോലെ തന്നെ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ കൂടിയാണ്. 2020 ഇന്ത്യ പുറത്തിറക്കിയ ട്വിറ്ററിൻ്റെ ഒരു പതിപ്പുണ്ട്. അതിൻ്റെ പേരാണ് ടൂട്ടർ. സോ ടൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വിറ്ററിന് പകരം ഇന്ത്യ പുറത്തിറക്കിയ ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പാണെന്ന് ഓർത്ത് വെക്കുക. 2014 നിർത്തലാക്കിയ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഓർക്കൂട്ട് എന്ന് പറയുന്നത്. 2014 നിർത്തലാക്കിയ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഓർക്കൂട്ട്. ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കുട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കുട്ടൻ 2019 സേവനം അവസാനിപ്പിച്ച ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായിരുന്നു ഗൂഗിൾ പ്ലസ്.
2019 ഗൂഗിൾ പ്ലസിൻ്റെ സേവനം അവർ അവസാനിപ്പിച്ചു. എങ്കിലും ഇപ്പോൾ അതിന് പകരമായിട്ട് ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ ആപ്ലിക്കേഷനാണ്, അതായത് ഗൂഗിൾ പ്ലസിന് പകരമായിട്ട് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. സോ ഗൂഗിൾ പ്ലസിന് പകരം ഗൂഗിൾ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. സോ 2014 നിർത്തലാക്കിയ ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുള്ള സൗഹൃദ കൂട്ടായ്മയാണ് ഓർക്കൂട്ട്. ഓർക്കൂട്ടിൻ്റെ സ്ഥാപകൻ ഓർക്കൂട്ട് ബെയ്ക്കുട്ടനാണ്. 2019 സേവനം അവസാനിപ്പിച്ച ഗൂഗിളിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ് ഗൂഗിൾ പ്ലസ്. ഇതിന് പകരം ഗൂഗിൾ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ കറൻസ്. അതേപോലെ തന്നെ 2018 20 വർഷത്തെ സേവനം അവസാനിപ്പിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് യാഹൂ മെസ്സഞ്ചർ. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനായിരുന്നു യാഹൂ മെസ്സഞ്ചർ. പിന്നീട് അത് 2018 ഒഴിവാക്കി. യാഹൂ ആരംഭിച്ച iOS ആൻഡ് ആൻഡ്രോയിഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് സ്ക്യൂറൽ എന്ന് പറയുന്നത്. യാഹൂ ആരംഭിച്ച iOS ആൻഡ് ആൻഡ്രോയിഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് സ്ക്യൂറൽ. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലോഗ് എഴുത്തുകാർ എന്ന് കേട്ടിട്ടില്ലേ. അതായത് സ്വന്തം രചനകൾ വെബ് പേജുകളാക്കി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർനെറ്റ് സംവിധാനമാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗുകൾ എന്നറിയപ്പെടുന്നത്. സോ ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. 2018 20 വർഷത്തെ സേവനം അവസാനിപ്പിച്ച മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് യാഹൂ മെസ്സഞ്ചർ. യാഹൂ ആരംഭിച്ച iOS ആൻഡ് ആൻഡ്രോയിഡ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണ് സ്ക്യൂറൽ. സ്വന്തം രചനകൾ വെബ് പേജുകളായി പ്രസിദ്ധീകരിക്കുന്ന ഇൻ്റർനെറ്റ് സംവിധാനമാണ് ബ്ലോഗ്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയയാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത്. ഇതൊരു സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. അതായത് ഏതൊരു വ്യക്തിക്കും, അതായത് വായനക്കാർക്കും ഇതിനകത്ത് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം, തിരുത്താം, അതേപോലെ തന്നെ ഒഴിവാക്കുകയും ചെയ്യാം. സോ അതാണ് ഈ വിക്കിപീഡിയയുടെ പ്രത്യേകത. സോ ഇതൊരു സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. 2001 ജനുവരി 15 നിലവിൽ വന്നത്. വായനക്കാരന് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും ഒഴിവാക്കാനുമൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന വെബ് പേജുകളാണ് വിക്കിപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാക്കുന്ന ഗോത്രഭാഷയാണ് സന്താളി. ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാക്കുന്ന ഗോത്രഭാഷയാണ് സന്താളി. വിക്കി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ നിന്നാണ് വിക്കിപീഡിയ ഉണ്ടായത്. സോ ആ വിക്കിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വാർഡ് കണ്ണിംഗ്ഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ വിക്കി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് വേറെ രണ്ടാളുകളാണ്. അവരാണ് ജിമ്മി വെയിൽസും ലാറി സാങ്ങറും. സോ വിക്കിപീഡിയയ്ക്ക് ജന്മം നൽകിയത് ജിമ്മി വെയിൽസും ലാറി സാങ്ങറും. ഈ വിക്കിപീഡിയ ഉണ്ടായിരിക്കുന്നത് വിക്കി എന്ന സോഫ്റ്റ്വെയറിലാണ്. ആ സോഫ്റ്റ്വെയറിൻ്റെ പിതാവ് വാർഡ് കണ്ണിംഗ്ഹാം ആണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ വിക്കിപീഡിയ സ്വതന്ത്ര വിജ്ഞാന കോശമാണ്. 2001 ജനുവരി 15 നിലവിൽ വന്നു. വായനക്കാരന് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനും തിരുത്താനും ഒഴിവാക്കാനുമൊക്കെ സ്വാതന്ത്ര്യം നൽകുന്ന വെബ് പേജുകളാണ് വിക്കിപീഡിയ. ഇന്ത്യയിൽ ആദ്യമായി വിക്കിപീഡിയ എഡിഷൻ ലഭ്യമാക്കുന്ന ഗോത്രഭാഷയാണ് സന്താളി. വിക്കിയുടെ പിതാവ് വാർഡ് കണ്ണിംഗ്ഹാം. വിക്കി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വിക്കിപീഡിയയ്ക്ക് രൂപം നൽകിയത് ജിമ്മി വെയിൽസും ലാറി സാങ്ങറുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. വൈകാതെ തന്നെ ഇതിൻ്റെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% സിലബസിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10% കൂടിയേ ബാക്കിയുള്ളൂ. അത് വൈകാതെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ. സോ കീപ് വാച്ചിങ്. കൂടാതെ നമ്മുടെ ചാനൽ കംഫർട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തെളിഞ്ഞ് വരുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.